എല്ലാ സുഹൃത്തുക്കൾക്കും ജെ2 ക്രിയേഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഹുവായുടെ സ്മാർട്ട് വാച്ചായ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ചായ ഹുവായ് G2 Proയുടെ ഒരു അൺബോക്സിംഗ് പ്ലസ് റിവ്യൂ പ്ലസ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ പോലെ കിടിലനായ സ്മാർട്ട് വാച്ച്. ഒറ്റ കാഴ്ചയിൽ സ്മാർട്ട് വാച്ചാണെന്ന് തോന്നുന്നില്ലെങ്കിൽ പോലും ഉള്ളതിൽ ഇപ്പോൾ ഇറങ്ങിയതിൽ ഏറ്റവും അടിപൊളി സ്മാർട്ട് വാച്ചാണ്. നമുക്ക് എല്ലാവിധ ഫംഗ്ഷൻസും ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഫോൺ എടുക്കാം, ഫോൺ ചെയ്യാം, കോൺടാക്ട്സ് ആഡ് ചെയ്യാം, അതുപോലെ പാട്ട് കേൾക്കാം, അതുപോലെ നമ്മുടെ ഡെയിലി എക്സസൈസ് കാര്യങ്ങൾ, അതിൻ്റെ മെഷർമെൻറ്റ്, ബ്ലഡ് പ്രഷർ, എയർ പ്രഷർ, അങ്ങനെ എന്തുണ്ടോ അതെല്ലാം നമുക്ക് ഈ സ്മാർട്ട് വാച്ചിലൂടെ ഉപയോഗിക്കാം അല്ലെങ്കിൽ സാധിക്കും എന്നുള്ളതാണ്. ശരിക്കും ഒരു ഫോൺ മാറ്റി വെച്ച് നമുക്ക് വാച്ചിലേക്ക് മാറുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഫോണിൻ്റെ കാലഘട്ടം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് സംശയം തോന്നും വിധം ഇറങ്ങിയേക്കുവാണ് ഹുവായുടെ ഏറ്റവും പുതിയ സ്മാർട്ട് വാച്ചായ G2 Pro. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അതിനുശേഷം ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹുവായുടെ G2 Pro സ്മാർട്ട് വാച്ച് അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഹുവായ് G2 Proയുടെ ബോക്സ്. ഹുവായ് വാച്ച് G2 Pro, ഹുവായുടെ ഒരു ചിഹ്നം, വാച്ചിൻ്റെ ഒരു ഫോട്ടോ. നല്ല സ്റ്റൈല് വാച്ചാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കണത്. അതിൻ്റെ മോഡൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ബോക്സിൽ കൊടുത്തേക്കണത്. ഓക്കെ, പിന്നെ നേരെ നമുക്ക് അൺബോക്സ് ചെയ്യാം. ബോക്സ് നല്ല സ്റ്റൈലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഹുവായുടെ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം വാച്ച് എടുത്ത് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമുക്കുള്ളത് ചാർജിങ് കേബിളാണ്. ചാർജിങ് വെച്ചിട്ടുണ്ടെങ്കിൽ മാഗ്നറ്റിക് ചാർജിങ് ആണ്, വയർലെസ് ചാർജിങ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ഫോൺ കണക്ട് ചെയ്താൽ മതി, അത് നമുക്ക് കാണാം, പിന്നീട് കാണാം. പിന്നെ നമുക്ക് ബോക്സിൽ അവൈലബിൾ ആവുന്നത് ഒരു യൂസർ ഗൈഡും പിന്നെ വാറൻറ്റി കാർഡുമാണ്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, എടുக்கலாம். അപ്പോൾ ഇതാണ് നമ്മുടെ ഹുവായ് G2 Proയുടെ സ്മാർട്ട് വാച്ച്. ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നല്ല അടിപൊളിയാണ്. ഒറ്റയടിക്ക് നമുക്ക് സ്മാർട്ട് വാച്ചായിട്ട് തോന്നില്ല, എങ്കിൽ പോലും അടിപൊളിയാണ്. ഇതിനകത്ത് നമുക്ക് സ്ട്രിപ്പ് നമുക്ക് ഇഷ്ടമുള്ള മാറ്റണമെങ്കിൽ വേറെ മാറ്റണമെങ്കിൽ മാറ്റാം. ഇവിടെ ഒരു സിംഗിൾ പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രിപ്പ് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വേറെ മേടിക്കുകയോ മാറ്റുകയോ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്കിനി നമ്മുടെ ഹുവായുടെ സ്മാർട്ട് വാച്ച് ഓണാക്കാം. നമ്മുടെ സ്മാർട്ട് വാച്ച് ഓണായിരിക്കുകയാണ്. ഹുവായ്, യെസ്. ഇപ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസ് തന്നെ അത് നമുക്ക് ഓരോ ഇൻ്റർഫേസ് നമുക്ക് മാറ്റാവുന്നതാണ്. ഫസ്റ്റ് ഇൻ്റർഫേസ് ഇപ്പോൾ ഈ വന്നാൽ നമ്മൾ ഈ സ്ക്രീനിലൊന്ന് ലോങ് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, നമുക്കത് സൈഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഇൻ്റർഫേസ് ഏതാണോ ആ സ്റ്റൈലിലാക്കാം. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു എല്ലാവരും തന്നെ ഉപയോഗിക്കുന്ന ഒരു ഇൻ്റർഫേസിൽ കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളത്. ഇത് മൂൺ സർഫസാണ്, അതായത് നമ്മുടെ മൂണിൻ്റെ എങ്ങനെയാണോ ഇതിരിക്കണം, മൂൺ എങ്ങനെയാണോ അതിനനുസരിച്ച് മൂണിൻ്റെ ഒരു പൊസിഷൻ നമുക്ക് വാച്ചിൽ കാണാൻ സാധിക്കുന്നതാണത്. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റ് ഇൻ്റർഫേസ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ ലുക്ക് നല്ല അടിപൊളിയാക്കാൻ ഹുവായ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ മോഡലിലാണെന്നുണ്ടെങ്കിലും സ്റ്റൈലിലാണെന്നുണ്ടെങ്കിലും ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ സെൻസർ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 സെൻസറാണ്. സെൻസർ ഈ ബാക്ക് സൈഡിലാണ് വന്നത് സെൻസർ. ഓക്കെ, എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്നത് ടൈറ്റാനിയം മെറ്റീരിയലാണ്. ടൈറ്റാനിയം പ്ലസ് സഫയർ ഗ്ലാസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഏതാണ്ട് 50 മീറ്ററോളം നമുക്ക് വാട്ടർ റെസിസ്റ്റൻറ്റിൽ ഉപയോഗിക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് നമ്മുടെ ഹുവായുടെ G2 Pro വാച്ച്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒത്തിരി സെറ്റിങ്സ്, ഒന്നും രണ്ടൊന്നുമല്ല, ഒത്തിരി ഫങ്ഷൻസ്, ഒത്തിരി സെറ്റിങ്സ് നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ബ്ലഡ് പ്രഷർ കാര്യങ്ങൾ നോക്കുന്നത്, അതുപോലെ നമ്മുടെ മ്യൂസിക്, ഇതിനകത്ത് മ്യൂസിക് എല്ലാം അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഫോൺ എപ്പോഴും കയ്യിൽ വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ അടുത്ത് ഫോണുണ്ട്, ഫോണായിട്ട് നമ്മുടെ മൊബൈൽ കണക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ ബ്ലൂടൂത്ത് വഴി നമുക്ക് ഇതിനകത്ത് മ്യൂസിക് കേൾക്കാം. അതുകൂടാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് മ്യൂസിക് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിനകത്തിപ്പോൾ ഇതിനകത്തുള്ളൊരു മ്യൂസിക് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. കൊള്ളാം, നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെ ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് വെതർ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ അറിയാനുള്ള ഇതാണ്. ഇതിൻ്റെ സ്ട്രെസ്സ് അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി
ഇതാണ് വർക്കൗട്ട്, നമ്മൾ എക്സർസൈസ് ചെയ്യണേ. ഒരു 10-14 എന്തൊക്കെ വർക്കൗട്ട് ഉണ്ടോ അതെല്ലാം തന്നെ ഇതിനകത്തുണ്ട്. വർക്കൗട്ട്, പല ടൈപ്പ് വർക്കൗട്ട് കാര്യങ്ങൾ, അതുപോലെ ഹേർട്ട് റേറ്റിൻ്റെ, സ്ലീപ്പ്, സ്ട്രെസ്സ്, ബ്രീത്തിങ് എക്സർസൈസ്. അതുപോലെ നമുക്ക് ഇതിനകത്ത് നമുക്ക് കോണ്ടാക്റ്റ് സേവ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് വന്നത് 4GB മെമ്മറിയാണ് ഫോണിനുള്ളത്. 4GB എന്ന് പറഞ്ഞാൽ 4GB യൂസിങ് അല്ല, നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ അത് കുറച്ച് പോകും. എന്നാൽ കൂടി 10 കോണ്ടാക്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. ആ 10 കോണ്ടാക്ട്സിൽ നിന്ന് നമ്മുടെ ഫോണുമായിട്ട് ലിങ്ക് ചെയ്തേക്കണം 10 കോണ്ടാക്ട്സിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കോൾ ചെയ്യാൻ പറ്റും. അതല്ലാതെ നമുക്ക് എന്താ പറയുക, മെസ്സേജ് ചെയ്യുക, സെർച്ച് ചെയ്ത് കോൾ ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു 10 കോണ്ടാക്ട്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് അത് കോൾ ചെയ്യാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന കോളുകൾ ഫോണിൽ വന്നത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാനും ഇതിലൂടെ സംസാരിക്കാനും സാധിക്കുന്നതാണ്. ഹലോ. പിന്നെ ഇതിനകത്ത് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക്, വാട്സപ്പ് അതുപോലെയുള്ള മെസ്സേജുകൾ കാണാൻ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരും. പക്ഷേ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റില്ല, നമുക്കത് നോട്ടിഫിക്കേഷനായിട്ട് ഇതിനകത്ത് വന്ന് കിടക്കും. പിന്നെ ഫ്ലാഷ് ലൈറ്റ് ഉണ്ട്. ഫ്ലാഷ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ഫ്ലാഷ് ലൈറ്റിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണൊരു ചെറിയൊരു വൈറ്റ് ലൈറ്റായിട്ട് ബ്ലിങ്ക് ചെയ്യും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈൻഡ് ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണും വാച്ചുമായിട്ട് കണക്ട് ചെയ്തേക്കണം. ആ ഫോൺ കണ്ടില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഫൈൻഡ് ഫോണിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോൺ എവിടെയാണോ അതൊന്ന് റിങ് ചെയ്യും. ഇതിപ്പോൾ നിങ്ങൾ കണ്ടോട്ടോ. പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് ഫോൺ പെട്ടെന്ന് കണ്ടില്ലെങ്കിൽ നമുക്ക് വാച്ച് കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ഉപകാരപ്പെടും ഈ ഫൈൻഡ് ഫോണിൽ നിന്ന്. നല്ല അടിപൊളി ഫങ്ഷനാണത്. ഓക്കെ, ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ സെറ്റിങ്സിൻ്റെ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയർഫോൺ, ഡിസ്പ്ലേ, അതുപോലെ വോളിയം, നമ്മുടെ വൈബ്രേഷൻ, ഇതിൻ്റെ അത് കോളും മെസ്സേജൊക്കെ വരുമ്പോൾ വൈബ്രേഷനാണ്. പിന്നെ ഡൗൺ ബട്ടൺ, അതായത് ഇവിടെ ഈ ഡൗൺ ബട്ടണിൽ നമുക്ക് എന്തൊക്കെയാണ് ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്യേണ്ടത് അതിൻ്റെയാണത്. പിന്നെ വർക്കൗട്ട് സെറ്റിങ്, സിസ്റ്റം നമ്മൾ റീസ്റ്റാർട്ട്, പവർ ഓഫ്, ഡിസ്കണക്ട്, അതുപോലെ റീസെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഈ വാച്ച് വേറെ ആർക്കെങ്കിലും കൊടുക്കണം ഉപയോഗിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കോൺടാക്ട്സ്, നോട്ടിഫിക്കേഷൻ അതെല്ലാം മാറിപ്പോയി നമുക്ക് വേറെ ആൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മുടെ അപ്പ് സൈഡ് ബട്ടണിൽ ഉണ്ടായിരുന്നത്. ഇനി ഡൗൺ സൈഡിലാണ് നമ്മുടെ ഇതെല്ലാം കിടക്കുന്നത്. ഔട്ട്ഡോർ റണ്ണ്, ഇൻഡോർ റണ്ണ്, ഔട്ട്ഡോർ വാക്ക്, ഇൻഡോർ വാക്ക്, ഔട്ട്ഡോർ സൈക്ലിങ്, ഇൻഡോർ സൈക്കിള്, പൂൾ സിമ്മ്, ഓപ്പൺ വാട്ടർ സിമ്മ്, മൗണ്ടെയിൻ ഹൈക്ക്, ട്രെയിൽ റൺ, ഡ്രൈവിംഗ് റേഞ്ച്, അങ്ങനെ ഒത്തിരി ഇതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ആഡ് ചെയ്യാം, ഇഷ്ടമുള്ളതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഏതാണോ നമ്മുടെ എക്സസൈസ് ആക്ടിവിറ്റീസായിട്ട് വരുന്നത് അത് നമുക്ക് ആഡ് ചെയ്ത് ഇതിനകത്ത് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒത്തിരി ഫങ്ഷൻസ്, 1-2 അല്ല, ഒത്തിരി ഫങ്ഷൻസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വാച്ചാണ്. വാച്ച് എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു മൊബൈലെന്നോ അല്ലെങ്കിൽ ഒരു ഇനിയിപ്പോൾ മൊബൈലൊന്നും വേണ്ട വാച്ച് മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണോ എന്ന സംശയം തോന്നും വിധത്തിലാണ് ഹുവായി അടിപൊളിയായിട്ട് തന്നെ ഒരു സ്മാർട്ട് വാച്ച് ഇറക്കിയേക്കണേ. നമ്മുടെ വാച്ചും ഫോണും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യണത്, അപ്പോൾ ഏത് ഫോണാണെങ്കിലും കണക്ട് ചെയ്യാം. നമുക്ക് iOS ആണെന്നുണ്ടെങ്കിലും ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ഹുവായുടെ വാച്ചായിട്ട് കണക്ട് ചെയ്യാം. അത് ഹുവായ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് പ്ലേ സ്റ്റോറിലാണെന്നുണ്ടെങ്കിലും ആപ്പ് സ്റ്റോറിലാണെന്നുണ്ടെങ്കിലും അവൈലബിൾ ആണ്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ നമ്മുടെ ഫോൺ കണക്ട് ചെയ്യണത്. അത് നമ്മുടെ ഫോൺ ഫസ്റ്റ് സ്റ്റാർട്ട് ആക്കുമ്പോൾ തന്നെ നമ്മളത് പെയർ ചെയ്ത് ആണ് കണക്ട് ചെയ്യണത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം, ഇപ്പോൾ നമ്മൾ ഈ വാച്ചിൻ്റെ ഈ കാര്യങ്ങൾ ഓൾറെഡി നമ്മുടെ വാച്ച് ബ്ലൂടൂത്തായിട്ട് കണക്റ്റ് ആണ്. 79% ചാർജ് ഉണ്ട്. അതുപോലെ ബാക്കി നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ഈ ആപ്പിൽ നമുക്ക് പുതിയ, അതായത് ഫോണിലില്ലാത്ത കുറച്ച് ഇൻ്റർഫേസും കാര്യങ്ങളുണ്ടാകും, നമുക്ക് ആപ്പിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഇതിൻ്റെ അകത്ത്, അതായത് ഈ ഹുവായ് ഹെൽത്ത് എന്നും പറഞ്ഞ് ഉള്ള ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഉപയോഗിക്കേണ്ട എങ്ങനെയാണ് ടിപ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഹുവായ് ഹെൽത്ത് അത് iOSലും ആൻഡ്രോയിഡിലും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ചാർജ് ചെയ്യണത് വാച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ മാഗ്നറ്റിക് ചാർജറുണ്ട്. അപ്പോൾ ഇതാണ് മാഗ്നറ്റിക് ചാർജർ. അപ്പോൾ നമ്മുടെ കേബിളിനകത്ത് കണക്ട് ചെയ്യുക. അതിനുശേഷം വാച്ചിൻ്റെ ഇവിടെ ഒന്ന് പയ്യെ നമ്മൾ അടുത്ത് വരുമ്പോഴേക്കും ഇത് മാഗ്നറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഇരുന്നോളും. അതിനുശേഷം അത് നമ്മൾ കണക്ട് ചെയ്താൽ ചാർജ് ആയിക്കോളും. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ സെൻസറിങ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ ഓഫാണ് കണ്ടോ, നമ്മൾ വാച്ച് നോക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സെൻസറിങ് ഓണായി. അതുപോലെ നമ്മുടെ ഹെഡ് ബീറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാം ലൈവായിട്ട് തന്നെ.
നമുക്ക് ഈ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഈ ഓഫായി പോകേണ്ടത് നമുക്കത് സെറ്റിങ്സിൽ നമുക്ക് മാറ്റി ഓണാക്കി ഇടാം. പക്ഷേ ബാറ്ററി ലൈഫ് കുറയുന്നുള്ളതുകൊണ്ടാണ് ചെയ്യാത്തത്. ഹുവായുടെ സ്മാർട്ട് വാച്ച് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമുക്ക് ഈ വാച്ചിൻ്റെ സൈസ് വന്നത് ഏതാണ്ട് 46 mm ആണ്. കൂടാതെ 52 ഗ്രാമാണ് വെയിറ്റ് വന്നത്, സ്ട്രിപ്പ് ഒഴിവാക്കിയിട്ട്. അതുകൂടാതെ 50 മീറ്ററോളം ആഴത്തിൽ നമുക്ക് വെള്ളത്തിൽ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിന് വില, ഞാനിത് സൗദിയിൽ നിന്ന് ബൈ ചെയ്തുകൊണ്ട് സൗദി റിയാൽ ഏകദേശം 1000 റിയാൽ, 999 റിയാലാണ്. അപ്പോൾ നാട്ടിലെ വെച്ച് നോക്കി കഴിഞ്ഞാൽ 20,000 രൂപ ആണ് ഇതിന് വില വന്നത്. പക്ഷേ എന്താ പറയുക, എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു സ്മാർട്ട് വാച്ച്, അല്ലെങ്കിൽ ഒരു സ്മോൾ ഫോണായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു വാച്ച് മോഡലാണ് ഹുവായ് G2 Pro എന്നും പറഞ്ഞ് ഏറ്റവും പുതിയതായിട്ട് സ്മാർട്ട് വാച്ച് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇനി ഹുവായുടെ ഒത്തിരി പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്, അതും ഇതുപോലെ തന്നെയായിരിക്കും. പക്ഷേ ഇതിൻ്റെ മറ്റ് സ്മാർട്ട് വാച്ചുകളിൽ നിന്ന് ഇത് വ്യത്യസ്തനാവാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റൈല് കണ്ടോ. നമ്മൾ ഒരു സാധാ വാച്ച് പോലെ തന്നെയാണ് നമ്മുടെ ഹുവായുടെ വാച്ച് ഇരിക്കുന്നത്, പക്ഷേ ഇത് സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. മറ്റു വാച്ചുകളിൽ നിന്ന് വ്യത്യസ്തനാവാനുള്ള ഒരു കാരണം സ്റ്റൈല് കൊണ്ടും ഇതിൻ്റെ ഫങ്ഷൻ കൊണ്ടും സെറ്റിങ്സ് കൊണ്ടും ബാറ്ററി ചാർജ് കൊണ്ടും. ബാറ്ററി ചാർജ് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. 14 ദിവസം ബാറ്ററി ചാർജാണ് കമ്പനി പറയുന്നത്. നമുക്കതൊരു 13 ദിവസം, 12 ദിവസം, 10 ദിവസം അതിൻ്റെ ഒരു ഇടയിലൊക്കെ എന്താണെങ്കിലും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ചാർജും സ്റ്റൈലും ഫങ്ഷൻസും എല്ലാം അടിപൊളിയാണ്, കിഡിലിനാണ്. സ്മാർട്ട് വാച്ച് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നും ചിന്തിക്കാതെ എടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഹുവായുടെ G2 Pro സ്മാർട്ട് വാച്ച്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി നമ്മുടെ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ശുഭദിനം.